കെഎസ്ആർടിസിയുടെ 3125 ഓർഡിനറി ബസ്സുകൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഇന്നു മുതൽ ഓട്ടം തുടങ്ങുകയാണ്. സ്ത്രീകളുടെ സൗജന്യ യാത്ര കെഎസ്ആർടിസിക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുമ്പോഴും അത് കുടുംബങ്ങൾക്ക് വലിയ ഗുണകരമാകുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ വളയങ്ങൾ ഇനി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. പക്ഷേ കെഎസ്ആർടിസിയുടെ ഭാവി എന്താകും? പണം കണ്ടെത്താനായി ഉപയോഗിക്കുമെന്ന് പറയുന്ന ബദൽ സംവിധാനങ്ങൾ എത്ര കണ്ട് വിജയിക്കും? അങ്ങനെ വിജയിച്ചാൽ അത് ചരിത്രം, വിജയിച്ചില്ലെങ്കിൽ കെഎസ്ആർടിസിയുടെ ഭാവി എന്താ? പദ്ധതി സർക്കാരിന് ഒരു മാസം 65 മുതൽ 70 കോടിയോളം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. കെഎസ്ആർടിസിക്ക് അതിന്റെ വരുമാനത്തിൽ ഒരു വർഷം 800 കോടി രൂപയുടെ കുറവും ഉണ്ടാക്കും. ഈ പണം സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകുമെന്നാണ് തീരുമാനം. ഇതിനു പുറമെ നിലവിൽ സർക്കാർ വർഷാവർഷം 1500 കോടി രൂപ കെഎസ്ആർടിസിക്ക് നൽകുന്നുണ്ട്. ഒരു മാസം 125 കോടി വെച്ചാണ് സർക്കാർ നൽകുന്നത്. ഇത് കൂടാതെയാണ് 800 കോടി രൂപ കൂടി നൽകുന്നത്. കെഎസ്ആർടിസിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്നും സർക്കാർ സഹായം ഉറപ്പിക്കുമെന്നും മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കെഎസ്ആർടിസി 6 മാസത്തിനുള്ളിൽ കെഎസ്ആർടിസിയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ്. കെഎസ്ആർടിസി ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് കെഎസ്ആർടിസിയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കണമെന്ന് സംസ്ഥാന സർക്കാർ കെഎസ്ആർടിസിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുമുണ്ട്. വരുമാനം വർദ്ധിപ്പിച്ചാൽ മാത്രമേ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് സർക്കാരിന് കടക്കാൻ സാധിക്കൂ. ബാധ്യത പൂർണ്ണമായി സർക്കാർ വഹിക്കുമെന്നും അതിൽ ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ വ്യക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ കൊടുക്കുകയാണ്. വലിയ ബാധ്യത ഉള്ളൊരു നടപടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ആ ബാധ്യത കെഎസ്ആർടിസിയുടെ ചുമലിൽ വരില്ല എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ മാസവും യാത്രാ ചെലവഴി ഉണ്ടാകുന്ന ബാധ്യത കെഎസ്ആർടിസി സംസ്ഥാന സർക്കാരിനെ അറിയിക്കും. കെഎസ്ആർടിസിക്ക് നഷ്ടമുണ്ടായാലും സ്ത്രീകളുടെ മാസവരുമാനത്തിൽ 20% വരെ വർധന ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഓരോ മാസവും പണം മുൻകൂറായി ലഭിച്ചില്ലെങ്കിൽ കെഎസ്ആർടിസി പ്രതിസന്ധിയിലാകും. ഡീസൽ പോലും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാകും. യാത്ര ചെലവെന്ന തടസ്സം നീങ്ങുന്നതോടെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം, വിദ്യാഭ്യാസ, സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ കൂടുതൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കെഎസ്ആർടിസി യാത്രക്കാരിൽ നിന്ന് വലിയൊരു വിഭാഗം സ്ത്രീകളായതിനാൽ പദ്ധതിയുടെ ഗുണഫലം സംസ്ഥാനത്തെ കുടുംബങ്ങളിലാകെ എത്തും. സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് പൊതുഗതാഗതത്തിലേക്കുള്ള മാറ്റം ഇന്ധന ഉപയോഗവും കാർബൺ പുറന്തള്ളലും ഗതാഗതക്കുരുക്കും കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് പ്രിയദർശിനി. കെഎസ്ആർടിസിക്ക് അല്പം നഷ്ടമുണ്ടായാലും കുടുംബങ്ങളിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാകുമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഓർഡിനറി ബസ്സുകൾ വലിയ നഷ്ടമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ പ്രിയദർശിനി മറ്റ് സർവീസുകളിലും ലഭ്യമാകും. സജീവിനൊപ്പം ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.